ഫ്രീഡം സ്പീക്കിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ചൈനയെ പറ്റിയിട്ടാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ മലയാളം പത്രങ്ങളുടെയൊക്കെ ഒരു ചെറിയ കോളമായിട്ടൊരു വാർത്ത വന്നിരുന്നു. ചൈനയിൽ അഴിമതി കാണിച്ച ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ചു എന്നുള്ളത്. അഴിമതിയുടെ പേരിൽ തൂക്കിക്കൊല്ലുക എന്നുള്ളത് നമ്മുടെ നാട്ടിലൊന്നും കേട്ടുകേൾവിയുള്ള കാര്യമല്ല. ആലോചിച്ച് നോക്കൂ, ലാവ്ലിൻ കേസിന്റെ വിധി വരികയും അതിൽ കുറ്റക്കാരനായ പിണറായി വിജയനെ തൂക്കിക്കൊല്ലാൻ VS അച്യുതാനന്ദൻ വിധിച്ചാൽ എങ്ങനെയിരിക്കും? അല്ലെങ്കിൽ യെഡിയൂരപ്പ അഴിമതി കാണിച്ചു എന്നതിന്റെ പേരിൽ തൂക്കിക്കൊല്ലാൻ നരേന്ദ്രമോദി വിധിച്ചാൽ എങ്ങനെയിരിക്കും? അഴിമതിയുടെ പേരിൽ തൂക്കിക്കൊല്ലുക എന്നുള്ളത് മതരാജ്യത്ത് പോലും ഇപ്പോൾ നടക്കുന്നുവെന്ന് സംശയമാണ്. മോഷണത്തിന്റെ പേരിൽ കൈവെട്ടുക എന്നുള്ളതൊക്കെ നമ്മൾ പല മതരാജ്യങ്ങളിൽ നിന്നും കേൾക്കുന്നതാണ്. പക്ഷെ കൊലപാതകത്തിനൊക്കെ ശിക്ഷയായിട്ടാണ് പലപ്പോഴും തൂക്കിക്കൊലയൊക്കെ അല്ലെങ്കിൽ തലവെട്ടുന്ന കേസൊക്കെ നമ്മൾ അവിടെ നിന്ന് കേൾക്കുന്നത്. അപ്പൊ ഈ വാർത്ത കേൾക്കുമ്പോൾ ചൈന പ്രേമികളായിട്ടുള്ള ചില ആൾക്കാർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ നേതാവായ സി ജിൻപിങ് അത്ര കാര്യത്തെയാണ് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ചെറിയ അഴിമതി പോലും, സ്വന്തം പാർട്ടിക്കാരനെ പോലും അഴിമതി കാണിച്ചാൽ അയാൾ അത് അംഗീകരിച്ചു കൊടുക്കില്ല, ഉടൻ തന്നെ അതിന് ശിക്ഷ കൊടുക്കുന്നു. അത്ര കടുത്ത ശിക്ഷ കൊടുക്കുന്നത് അഴിമതിയൊക്കെ നടത്തുന്നതിൽ നിന്ന് പലരെയും തടയും എന്നൊക്കെ അവർ പറയും. ആലോചിക്കുക, സി ജിൻപിങ് അധികാരത്തിലെത്തിയതിനു ശേഷം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 1 മില്യൺ ആൾക്കാർ, അതായത് 10 ലക്ഷം ആൾക്കാരാണ് അഴിമതിയുടെ പേരിൽ വിചാരണ നേടുന്നത്. ഒരു രാജ്യത്ത് 10 ലക്ഷം ആൾക്കാർ അഴിമതിയുടെ പേരിൽ വിചാരണ നേടുക എന്ന് പറയുക, ആലോചിച്ച് നോക്കുക, അത് എന്തുമാത്രം വലിയ നമ്പറാണ്. ചൈനയുടെയും ഇന്ത്യയുടെയും ജനസംഖ്യ ഏകദേശം ഒരേപോലെയാണ്. നിങ്ങൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ആലോചിച്ച് നോക്കുക, 10 ലക്ഷം പേര് അഴിമതിയുടെ പേരിൽ വിചാരണ നേരിടുന്നു എന്ന് പറയുമ്പോൾ ഇവരെല്ലാം യഥാർത്ഥത്തിൽ അഴിമതിക്കാരാണോ, അതോ സി ജിൻപിങ് നടത്തുന്ന ഒരു പർജിങ്, അതായത് തനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് ഒഴിവാക്കാൻ, അല്ലെങ്കിൽ പാർട്ടിക്ക് നേരെ വരുന്ന ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിക്കുന്ന ടൂളാണോ എന്നും സംശയിക്കാം. എന്തിനാണ് അങ്ങനെ സംശയിക്കുന്നത് ചോദിക്കാൻ, ചരിത്രം നമുക്ക് നൽകുന്ന പാഠങ്ങൾ അങ്ങനെയാണ്. സി ജിൻപിങ്ങിന്റെ മുൻഗാമിയായ മാവോ അങ്ങനെയുള്ള പല പ്രവണതകളും ചൈനയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. ഇനി സോവിയറ്റ് യൂണിയനിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാലിന്റെ പർജിങ് വളരെ ഫേമസ് ആയിരുന്നു. ഒരുപാട് പേരെയാണ് പല കുറ്റങ്ങളും ആരോപിച്ച് സ്റ്റാലിൻ ഒതുക്കിയത്. അത് പല ആൾക്കാരെയും കൊന്നു, പല ആൾക്കാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, പല ആൾക്കാരെ ജയിലിലാക്കി, പല ആൾക്കാരെ നാടുകടത്തി. അത് വളരെ പ്രശസ്തരായ ആൾക്കാരെ, ട്രോട്സ്കിയെ പോലുള്ള ആൾക്കാരുടെ കഥകളൊക്കെ നമുക്കറിയാം. ട്രോട്സ്കി രാജ്യം വിട്ടിട്ടും ട്രോട്സ്കിക്കെതിരെ സ്റ്റാലിന്റെ ആളുകൾ ചെന്നതും ട്രോട്സ്കിയെ കൊലപ്പെടുത്തിയ കാര്യങ്ങൾ നമുക്കറിയാം. അപ്പം ഇതൊക്കെ നമ്മൾ പുറത്തറിഞ്ഞത് സ്റ്റാലിന്റെ മരണത്തിന് ശേഷം ആണ്. പതുക്കെ ഈ വിവരങ്ങൾ പുറത്ത് ലോകത്തിന് മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ സി ജിൻപിങ് ഈ നടത്തുന്ന അഴിമതി വിരുദ്ധ സമരം എന്നുള്ളത് യഥാർത്ഥത്തിൽ അഴിമതി വിരുദ്ധ സമരമാണോ, അതോ പാർട്ടിയുടെ മേൽ തന്റെ കൺട്രോൾ സ്ഥാപിച്ചെടുക്കുക, തനിക്കെതിരെ സംസാരിക്കുന്നവരെ ഒഴിവാക്കുകയാണോ എന്നുള്ളത് പറയാൻ നമുക്ക് കഴിയില്ല. അങ്ങനെ പറയണമെങ്കിൽ ആ രാജ്യത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ സുതാര്യമായിരിക്കണം. അപ്പോൾ അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ മുൻപ് നടന്ന കാര്യങ്ങളിൽ വെച്ച് നമുക്ക് തീർച്ചയായിട്ടും സംശയിക്കേണ്ടതാണ്, യഥാർത്ഥത്തിൽ നമ്മൾ അവിടെ കാണുന്നത് ഒരു അഴിമതി വിരുദ്ധ പ്രവർത്തനമാണോ അതോ പർജിങ് ആണോ എന്നുള്ളത്. സി ജിൻപിങ്ങിന്റെ ഈ പർജിങ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരിലോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരിലോ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. സി ജിൻപിങ് മിലിറ്ററിയിലും ഈ തരത്തിലുള്ള ഒരു പർജിങ് നടത്തുന്നുണ്ട് എന്നാണ് ചൈനയിൽ നിന്ന് വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ മാസമാണ് ചൈനയിലെ മിലിറ്ററിയിലെ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളായ മിയാവോ ഹുവായെ സി ജിൻപിങ് വിചാരണ നടത്തി പുറത്താക്കുന്നത്. അഴിമതി തന്നെയായിരുന്നു അവിടെയും ആരോപണം. വർഷങ്ങളോളം ഒരുമിച്ച് പ്രവർത്തിച്ചവരാണ് മിയാവോ ഹുവയും സി ജിൻപിങ്ങും. മിയാവോ മാത്രമല്ല, മിലിറ്ററിയിലെ പല ഉദ്യോഗസ്ഥരെയും കഴിഞ്ഞ കുറച്ച് നാളുകൾക്കുള്ളിൽ സി ജിൻപിങ് പുറത്താക്കിയിട്ടുണ്ട്. നമുക്കറിയാം, ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ വളരെ കൂടിയിരിക്കുന്ന ഈ സമയത്ത് ചൈനയുടെ മിലിറ്ററി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് സി ജിൻപിങ്ങിനെ സംബന്ധിച്ചിടത്തോളം. എന്നിട്ട് കൂടെ മിലിറ്ററിയിലെ തന്നെ വിശ്വസ്തരെ കൂടെ പുറത്താക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചരിത്രത്തിൽ എപ്പോഴും ഏകാധിപതികൾക്ക് അവർക്ക് പ്രായം കൂടുന്തോറും, അവർക്ക് ക്ഷീണം കൂടുന്തോറും ഈ ഭയം, തന്നെ ആരെങ്കിലുമൊക്കെ ആക്രമിക്കുകയാണോ, തനിക്കെതിരെ പ്രവർത്തിക്കുകയാണോ എന്നുള്ള ഭയം ഉണ്ടാകുന്ന നമ്മൾ കാണുന്നുണ്ട്. ഇതായിരിക്കും ചിലപ്പോൾ സി ജിൻപിങ്ങിന്റെ കാര്യത്തിലും സംഭവിച്ചിട്ടുണ്ടാവുക. ചൈനയുടെ വികസനം കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ചൈനയിൽ പോയ പല ആൾക്കാരും ചൈനയിലെ സമൃദ്ധിയെ പറ്റിയിട്ടും മറ്റെങ്ങുമില്ലാത്ത വികസനങ്ങളാണ് ചൈനയിൽ നടക്കുന്നത് എന്നുള്ള ഒരു തരത്തിലുള്ള പല ഇൻസ്റ്റഗ്രാം റീലുകളും യൂട്യൂബ് വീഡിയോസൊക്കെ നമ്മൾ കാണാറുണ്ട്. പല ആളുകളുടെ അഭിപ്രായം നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ ചൈനക്കാർക്കാർക്കും സ്വാതന്ത്ര്യം ആവശ്യമില്ലെന്നും, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തന്നെ ഒരു ഓവർ റേറ്റഡ് സാധനമാണെന്നും, ചൈനയിൽ എല്ലാവിധ സൗകര്യങ്ങളുണ്ടെന്നും, ചൈന ഒരു പെർഫെക്റ്റ് ഡിക്റ്റേറ്റർഷിപ്പിലാണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾക്കൊക്കെ എല്ലാവർക്കും പലപ്പോഴും തോന്നുന്ന ഒരു സംശയമാണ്, ഇത്രയും കോടി ആളുകൾ ജീവിക്കുന്ന ഒരു രാജ്യത്ത് ഒരു സി ജിൻപിങ്ങിനെ പോലെയുള്ള ഒരു ഏകാധിപതി ഒരു പാർട്ടി തന്നെ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആർക്കും രാഷ്ട്രീയപരമായ ആഗ്രഹങ്ങളോ ഗവൺമെന്റിലേക്ക് വരണമെന്നുമില്ല. എല്ലാവരും അദ്ദേഹത്തിന്റെ കീഴിൽ സമാധാനമായിട്ട് ജീവിക്കുകയാണ് എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിൽ എത്രമാത്രം സത്യമുണ്ട്? ഈ അടുത്തിടയ്ക്ക് ഒരു പുസ്തകം വായിക്കാൻ ഇടയായി. സ്പാർക്സ് എന്നാണ് പുസ്തകത്തിന്റെ പേര്. പുലിറ്റ്സർ പ്രൈസ് അവാർഡ് നേടിയ ഇയാൻ ജോൺസൺ എഴുതിയ പുസ്തകമാണ്. അദ്ദേഹം വളരെ കാലം ചൈനയിൽ താമസിക്കുകയാണ്. അദ്ദേഹത്തിന് ചൈനീസ് ചരിത്രത്തിലൊക്കെ ഗവേഷണം നടത്തുന്ന ഒരു എഴുത്തുകാരനാണ്.
അദ്ദേഹത്തിന്റെ ഈ സ്പാർസ് എന്ന ബുക്കിന്റെ ക്യാപ്ഷൻ തന്നെ ദ ചൈനാസ് അണ്ടർഗ്രൗണ്ട് ഹിസ്റ്റോറിയൻസ് ആൻഡ് ദിയർ ബാറ്റിൽ ഫോർ ദ ഫ്യൂച്ചർ എന്നാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ സി ജിൻപിങ് ഭരണം ഏറ്റെടുത്തതിനു ശേഷം ചെയ്ത പ്രധാന കാര്യങ്ങളിൽ ഒന്ന് ചൈനയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതുക എന്നുള്ളതാണ്. അതായത് പാർട്ടി പറയുന്ന ചരിത്രം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന ചരിത്രം മാത്രം മതി എല്ലാവരിലേക്കും എത്തുക എന്നുള്ളതാണ് സി ജിൻപിങ് മുന്നോട്ട് വെച്ച ആദ്യത്തെ കാര്യം. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ 10 വർഷത്തോളം അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ മ്യൂസിയങ്ങളാണെങ്കിലും അവിടുത്തെ സർവകലാശാലകളാണെങ്കിലും പുസ്തകങ്ങളിലാണ് എല്ലായിടത്തും പാർട്ടി പറയുന്ന ഒരു കാര്യം മാത്രം ജനങ്ങളിലേക്ക് എത്തുക, എന്തായിരുന്നു ചൈനയുടെ ചരിത്രം എന്നുള്ളത്. ചൈനയിലെ പഴയ കമ്മ്യൂണിസ്റ്റ് കാലത്ത് നടന്ന പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുകയായിരിക്കാം. നമുക്കറിയാം ചൈനയിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തിലെ 2 ഘട്ടമുണ്ടെന്ന്, മാവോയുടെ ഘട്ടവും മാവോയ്ക്ക് ശേഷവും. അപ്പോൾ സി ജിൻപിങ്ങിന്റെ അഭിപ്രായത്തിൽ അങ്ങനെ മാവോയെ വിമർശിക്കുക, അതിനുശേഷം ഡെങ് സിയാപോങ് നടത്തിയ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ ഭരണ പരിഷ്കാരങ്ങളിലൂടെ ചൈന മുന്നേറിയതിനെ പറ്റിയിട്ട് ചില ആൾക്കാർ അതിനെ പ്രശംസിക്കാറുണ്ട്. അതേസമയം തന്നെ മാവോയുടെ ഭരണത്തിൽ നടന്ന കാര്യങ്ങളെ പറ്റി വിമർശിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് സി ജിൻപിങ്ങിന്റെ ആവശ്യം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടിനെയും ഒരേപോലെ അംഗീകരിക്കുക എന്നുള്ളതാണ്. രണ്ടും ചരിത്രത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രത്തെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് മാവോ ചെയ്ത കാര്യങ്ങൾ, തെറ്റുകളെ പറ്റിയിട്ട്, പാർട്ടിയുടെ വന്ന വഴിയിലുള്ള രക്തത്തെ പറ്റിയിട്ട് സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പം ഈ വരുമ്പോൾ അവിടെ ചൈനയിൽ എതിർ ശബ്ദങ്ങൾ ഉണ്ടാകില്ല എന്ന് ചോദിച്ചാൽ ഉണ്ടാകുന്നുണ്ട്. അതിനെയാണ് ഈ അണ്ടർഗ്രൗണ്ട് ഹിസ്റ്റോറിയൻസ് എന്ന് സ്പാർസ് എന്ന പുസ്തകത്തിൽ ഇയാൻ ജോൺസൺ പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ 2000 മുതൽ 2010 വരെയുള്ള സമയത്താണ് യഥാർത്ഥത്തിൽ ചൈനയിൽ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള, ചരിത്രത്തിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ശബ്ദങ്ങൾ ഉയർന്നു വന്നത്. അപ്പോൾ സി ജിൻപിങ് അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അവരെയൊക്കെ അടിച്ചമർത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. പക്ഷെ എന്തായിരുന്നു ഈ 2000 മുതൽ 2010 വരെയുള്ള സമയത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിജിറ്റലൈസേഷൻ പ്രോസസ്സ് നടക്കുന്നത്. അതായത് ഒരുപാട് ടൂൾസ്, പുതിയ ടെക്നോളജീസ് ചൈനയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ചൈന സാമ്പത്തികമായിട്ട് വികസിച്ചു വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഇന്റർനെറ്റ് വരുന്നു, PDF പോലെയുള്ള കാര്യങ്ങൾ വരുന്നു. അപ്പോൾ അതുവരെ പുസ്തകങ്ങളിലൂടെയും മറ്റും മാത്രം സാധിക്കുമായിരുന്നുള്ളൂ. അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടെന്ന് നമുക്കറിയാം. അതെല്ലാം മാറിയതിനു ശേഷം PDF-ലൂടെ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പഴയ ഒരു ചരിത്ര രേഖയുണ്ടെങ്കിൽ അതിനൊരു PDF ആക്കിയും ഒരുപാട് പേരിലേക്ക് എത്തിക്കാനും ഒക്കെ പറ്റി. അപ്പൊ അതിന് സോഷ്യൽ മീഡിയയെ പറ്റിയൊന്നുമല്ല, സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ യൂട്യൂബിലൂടെ ആണെങ്കിലും അല്ലെങ്കിൽ പുതിയ ഡോക്യുമെന്ററി ഫിലിംസ് ഒക്കെ ഷൂട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് പ്രവർത്തിക്കുന്ന ഒരുപാട് അണ്ടർഗ്രൗണ്ട് ഹിസ്റ്റോറിയൻസ് എന്ന പേരിൽ ഇയാൻ ജോൺസൺ വിളിക്കുന്ന ഒരുപാട് പേർ ചൈനയിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ചൈനയിൽ യാതൊരുവിധ പ്രതിഷേധങ്ങളും ഒന്നും നടക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. ഇവരൊക്കെ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇവരൊക്കെ പ്രവർത്തിക്കുന്ന രീതി അവരെ പെട്ടെന്ന് അടിച്ചമർത്താൻ പറ്റുന്ന രീതിയിലുമല്ല. അവരെ അങ്ങനെ നൂറുകണക്കിനുള്ള ആൾക്കാരും ഒന്നുമല്ല. ഇപ്പൊ നമുക്കറിയാം ചൈന അവരുടെ മിലിറ്ററിയിൽ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട്, ഒരുപക്ഷെ അതിനോടൊപ്പമോ അതിൽ കൂടുതൽ എമൗണ്ട് ആഭ്യന്തര സർവൈലൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ശബ്ദത്തെ പോലും അടിച്ചമർത്താൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. എന്നിട്ടും ഇവർ പ്രവർത്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ 100-200 പേരല്ല, ഒരുപാട് ആളുകൾ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തന രീതി വ്യത്യസ്തമാണ്. അപ്പോൾ അവർ ഇതേപോലെ ഒരു കൗണ്ടർ ഹിസ്റ്ററി ഇങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ മീഡിയ ആണ്. സി ജിൻപിങ്ങിന്റെ ഈ ചരിത്രം മാറ്റി എഴുതുന്ന കാര്യം പറഞ്ഞപ്പോൾ നമുക്ക് പറയേണ്ട ഒരു കാര്യം ഇന്ത്യയിലെ കാര്യമാണ്. ഇന്ത്യയിലും RSSും മോഡിയും ഒക്കെ ശ്രമിക്കുന്നത് ഇതേപോലെ ഒരു ചരിത്രം മാറ്റി എഴുതാണ്. നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം വളരെ വൈകിയാണ് അവർ അധികാരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ അവർ ശ്രമിക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ അവരുടെ നേതാക്കന്മാരെ പറ്റി സംസാരിക്കുക. അതുപോലെ ഇന്ത്യയുടെ ഒരു ആർഷഭാരത സംസ്കാര ചരിത്രം ഉണ്ടായിരുന്നതും ഇന്ത്യ വളരെ ഭൂതകാലത്തിൽ ഇന്ത്യക്ക് ധാരാളം നേട്ടങ്ങൾ ഉണ്ടായിരുന്നതും ഇവിടെ അതിക്രമിച്ച് കയറി വന്നവരാണ് അതെല്ലാം നഷ്ടപ്പെടുത്തിയെന്നും അത് വീണ്ടെടുക്കുന്ന ഒരു നേതാവാണ് മോഡിയെന്നും അതാണ് ഞങ്ങളുടെ പാർട്ടിയും എന്നുള്ള രീതിയിൽ ഒരു കൗണ്ടർ ഹിസ്റ്ററി രചിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പക്ഷെ അവർക്ക് ധാരാളം ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്കറിയാം ഒരു ജനാധിപത്യ പ്രക്രിയയിലാണ് അവർ അധികാരത്തിലെത്തുന്നത്. എല്ലാ സ്റ്റേറ്റിനെയും ഒരുമിച്ച് ഭരിക്കുക എന്നും അവർക്ക് പറ്റില്ല. പല സ്റ്റേറ്റിലും അവരുടെ റൈവൽസ് ആണ് ഭരിക്കുന്നത്. എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും എല്ലാ ചരിത്രകാരന്മാരെയും അവർക്ക് ചൊൽപ്പടിയിൽ നിർത്താൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പലതരത്തിൽ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും അവരുടെ പ്രസൻസ് വരികയും അതിനുശേഷം പതുക്കെ അവർ ചെയ്യാൻ അത് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ചൈനയെ സംബന്ധിച്ചിടത്തോളം അവിടെ ജനാധിപത്യം ഇല്ലാത്തതുകൊണ്ടും ചെക്സ് ആൻഡ് ബാലൻസ് ഇല്ലാത്തതുകൊണ്ടും സി ജിൻപിങ്ങിനെ ചരിത്രം മാറ്റി എഴുതണമെങ്കിൽ അല്ലെങ്കിൽ താൻ ആവശ്യപ്പെടുന്ന ചരിത്രമാണ് ജനങ്ങൾ അറിയേണ്ടത് എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതാണ് ഒരു ഏകാധിപതിക്കുള്ള അഡ്വാൻറ്റേജ്. പക്ഷെ ഉടനെ ഒന്നും ഒരു വിജയമൊന്നും ഇവരുടെ പ്രവർത്തനത്തിൽ ഇയാൻ ജോൺസൺ കാണുന്നില്ല.
അതിനുള്ള സാധ്യതയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ കോവിഡ് കാലത്ത്, കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് ചൈനയിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ നടക്കുകയുണ്ടായി. അതൊരു ശുഭസൂചനയായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അപ്പം പ്രത്യേകിച്ച് അവിടെ ഒരു ബ്ലാങ്ക് പേപ്പർ എന്ന് പറഞ്ഞിട്ടൊരു രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയുണ്ടായി. അതായത് ഒരു പേപ്പറിൽ ഒന്നും എഴുതാതെ ആളുകൾ ഒരു പേപ്പറും പിടിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റികളുടെ മുന്നിലും ഒക്കെ ലോക്ക്ഡൌണെതിരെ ഒക്കെ പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയുണ്ടായി അവിടെ. അപ്പൊ പ്രതിഷേധിക്കാനുള്ള ഒരു മനസ്സ് ഇപ്പോഴും ചൈനക്കാർക്കിടയിലുണ്ട് എന്നും അവരുടെ സ്പിരിറ്റ് അങ്ങനെ കെട്ടുപോകുന്നതൊന്നുമല്ല എന്നാണ് ഇയാൻ ജോൺസന്റെ പുസ്തകത്തിൽ അദ്ദേഹം പല ആളുകളുടെ കഥയിലൂടെ വിവരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പോഴും ഈ പെർഫെക്റ്റ് ഡിക്റ്റേറ്റർഷിപ്പ് അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് യാതൊരു പ്രതിഷേധങ്ങൾക്കും ഇനി സ്കോപ്പില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഒട്ടും സഹിക്കാൻ വയ്യാതാകുമ്പോഴും കൊടിയ ദാരിദ്ര്യം വരുമ്പോഴൊക്കെയാണ് പലപ്പോഴും മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. നമുക്ക് അങ്ങനെ പെട്ടെന്നൊരു മാറ്റം പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇനി ചൈനയുടെ കാര്യത്തിലാണെങ്കിലും ചൈന വളരെ വലിയ രീതിയിലാണ് എക്കണോമിക് പ്രോഗ്രസ്സിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ചൈന എത്ര ഒരു ഡിക്ലൈൻ വന്നാലും, ഇപ്പം ചൈനയിൽ ഒരു എക്കണോമിക് ഡിക്ലൈൻ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും ചൈന വളരെ മുമ്പിലാണ്. നമുക്ക് നേട്ടങ്ങൾ വെച്ചിട്ട് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ചൈന ഉയർന്നെത്തിയ നേട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഡിക്ലൈൻ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ സംഭവിച്ചിട്ടുള്ളതുപോലെയുള്ള ഒരു ഡിക്ലൈൻ ഒന്നും ചൈനയ്ക്ക് സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവം നടന്നാൽ മാത്രമേ ഈ പറഞ്ഞ പോലെയുള്ള ഒരു പ്രതിഷേധത്തിന്, ഈ പറഞ്ഞ അണ്ടർഗ്രൗണ്ട് ഹിസ്റ്റോറിയൻസിന്റെ പ്രവർത്തനമാണെങ്കിലും ഈ പറഞ്ഞ കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് നടന്ന പ്രതിഷേധങ്ങളൊക്കെ അതൊരു സ്ട്രോങ് മൂവ്മെന്റ് ആയിട്ട് മാറുകയും ചൈനയിൽ ഒരു മാറ്റം വരുമെന്നൊക്കെ പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. പക്ഷെ എന്നാലും നമ്മൾ ഈ പറഞ്ഞതുപോലെ ചൈനയിലും ഈ പറയുന്ന എതിർശബ്ദങ്ങൾ ഉണ്ട് എന്നും ആ എതിർശബ്ദങ്ങളെ അടിച്ചമർത്താൻ പാർട്ടിക്ക് കഴിയുന്നില്ല എന്നും അവർ പക്ഷെ അടിച്ചമർത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും ആ ശ്രമത്തിനിടയിലും ഈ മനുഷ്യർ അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക. നാളെ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു കാലത്തേക്ക് വേണ്ടിയിട്ട് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നും മനസ്സിലാക്കുക. ഈ സ്പാർക്ക് എന്ന പേരും അദ്ദേഹം തെരഞ്ഞെടുക്കുന്നതിൽ ഒരു കഥയുണ്ട്. മാവോ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചൈനീസ് ക്ഷാമം നടക്കി. നമുക്കറിയാം, ഒരുപാട് പേര് കൊല്ലപ്പെട്ട ഒന്നായിരുന്നു ചൈനീസ് ക്ഷാമം. അപ്പം ആ ഫാമിന്റെ വിവരങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള രീതിയിൽ കുറച്ച് സ്റ്റുഡൻസ് ചേർന്നിട്ടാണ് അതിന്റെ ഡോക്യുമെന്റേഷൻസ് ഒക്കെ നടത്തുകയും അവിടെ വരുന്നവരെയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് ചെയ്തത്. പക്ഷേ നിർഭാഗ്യവശാൽ ആ കുട്ടികളെ എല്ലാവരും ചൈനീസ് പാർട്ടി എക്സിക്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ ജയിലിലടക്കുകയൊക്കെയാണ് ചെയ്തത്. പക്ഷെ അവരുടെ ഒരു മാഗസിൻ വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഒരു ഗേൾ ഫ്രണ്ടിന്റെ കയ്യിലുണ്ടാകുകയും ഈ ഞാൻ നേരത്തെ പറഞ്ഞ 2000-ന് ശേഷമുള്ള ഒരു സമയമൊക്കെ ആയപ്പോഴത്തേക്കും ആ മാഗസിൻ അതിന്റെ ഡിജിറ്റലൈസേഷൻ ഫോമിലേക്ക് മാറുകയും അതിനുശേഷം അത് പല രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ വർഷങ്ങളോളം ഉറങ്ങിക്കിടന്ന ഒരു രഹസ്യം പുറത്തു വന്നു. അപ്പൊ അതിൽ നിന്നാണ് ആ സ്പാർക്ക് എന്നുള്ള പേര് ഇയാൻ ജോൺസൺ തന്റെ പുസ്തകത്തിന് ഇട്ടിരിക്കുന്നത്. അതുപോലെ ഇയാൻ ജോൺസൺ ചൈനയിലെ ചില വെബ്സൈറ്റുകളെ പറ്റിയിട്ട്, ചൈനീസ് ചരിത്രത്തെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഉള്ള ചില വെബ്സൈറ്റുകളെ പറ്റിയിട്ടൊക്കെ തന്നെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. വെബ്സൈറ്റുകളുടെ ഡീറ്റെയിൽസ് ഈ വീഡിയോടൊപ്പം കൊടുക്കാം. നിങ്ങൾക്ക് അതിൽ പോയി കഴിഞ്ഞാൽ ചൈനയിലെ പല ഇമ്പോർട്ടന്റ് ഇൻഫോർമേഷൻസും കിട്ടും. ചൈന അൺഒഫീഷ്യൽ ആർക്കൈവ്സ് എന്നാണ് വെബ്സൈറ്റിന്റെ പേര്. ആ വെബ്സൈറ്റിൽ പോയാൽ ഇതേപോലെയുള്ള പല ആർട്ടിക്കിളും അതിനകത്ത് കാണാൻ കഴിയും. അപ്പോൾ എല്ലാവരും ആ വെബ്സൈറ്റ് സന്ദർശിക്കുക. പറ്റുമെങ്കിൽ ഇയാൻ ജോൺസന്റെ സ്പാർക്സ് എന്ന പുസ്തകം വായിക്കുക, നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇയാൻ ജോൺസൺ തന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ചൈനീസ് അണ്ടർഗ്രൗണ്ട് ഹിസ്റ്റോറിയൻസിന്റെ പ്രവർത്തനം ഇന്നല്ലെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും വിജയത്തിലെത്തുകയും സാമ്പത്തിക സ്വാതന്ത്ര്യം പോലെ തന്നെ രാഷ്ട്രീയ സ്വാതന്ത്ര്യവും ചൈനീസ് ജനതയ്ക്ക് അനുഭവിക്കാനാവട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.